അപ്പോൾ നമ്മളെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നല്ലത്. ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഐഷാസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഷുഗർ പേഷ്യൻസിനൊക്കെ അവർ ഷുഗർ കുറക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോം റെമഡി പോലത്തതായിട്ടാണ്. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ അവിടെ 4 നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ നെല്ലിക്കൻ്റെ കുരു കളഞ്ഞിട്ട് ബാക്കിയുള്ളതൊക്കെ ഒരു മിക്സിൻ്റെ ഈ ചെറിയ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം ഇത് കുരു കളയാൻ വേണ്ടിയിട്ട് ഞാൻ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് ജസ്റ്റ് കാണിച്ചു തരാം. ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് രണ്ട് സൈഡിൽ നിന്ന് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ നെല്ലിക്കൻ്റെ ഇത് നല്ലോണം ഇളകി പോരും. കണ്ടില്ലേ, ആ ഒരു ഹാഫ് പോർഷന് കറക്റ്റായിട്ട് നാലിലൊന്ന് ഭാഗം കറക്റ്റായിട്ട് ഇളകി വരും. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ള നെല്ലിക്കയും കൂടി എന്ത് ചെയ്യണം, നമുക്ക് ഇട്ട് കൊടുക്കണം. മൊത്തം ഇതാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 കപ്പിൽ 1/4 കപ്പിൻ്റെ അടുത്ത് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ഗ്രൈൻഡ് ചെയ്യാനുള്ള മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ഗ്രൈൻഡായി കിട്ടില്ല നെല്ലിക്ക ആയതുകൊണ്ട്. അപ്പോൾ ഇതൊന്ന് നല്ലോണം നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇത് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. നല്ലോണം അരിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയ ഗ്രൈൻഡറിൽ ഇട്ടിട്ട് അരക്കുന്നത്. അല്ലെങ്കിൽ വലുതിൽ തന്നെ നമുക്ക് ഒന്നിച്ച് ചെയ്താൽ മതി. പക്ഷെ എന്താ വെച്ചാൽ നല്ലോണം അരിഞ്ഞു കിട്ടില്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു ബാക്കി വെള്ളവും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 കപ്പിൻ്റെ അതിൽ പകുതിയും കൂടി വെള്ളം ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കാരണം ഇതിലിങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുള്ള അതൊക്കെ ഒന്ന് ഇളകി വരാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ഈ അരച്ചിട്ടുള്ളത് ഒരു അരിപ്പ പാത്രത്തിൽ കൂടെ അരച്ചെടുക്കണം. ഇതിപ്പോൾ അത്യാവശ്യം നല്ല ഒരു കട്ടിയിലായിരിക്കും ഉണ്ടാവുക. കുറച്ചും കൂടി നമുക്ക് ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും വെള്ളം. നമ്മളിപ്പോൾ ഇതാക്കിയെടുക്കുന്ന ഈ അരച്ചെടുക്കുന്ന വെള്ളം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു അരച്ച ഇതുണ്ടല്ലോ, നമ്മൾ ഈ നെല്ലിക്കൻ്റെ ഈ പീര ഉണ്ടല്ലോ, ഇത് നമ്മൾ മിക്സിയിലേക്ക് തന്നെ ഇട്ടിട്ട് ഒന്നും കൂടി ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഗ്രൈൻഡ് ചെയ്തെടുത്താലും ഇതിൻ്റെ സത്ത് കുറച്ചും കൂടി നമുക്ക് കിട്ടും. അങ്ങനെ സത്ത് വേസ്റ്റായി പോവില്ല. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. ഒന്നും കൂടി ജസ്റ്റ് എന്ത് ചെയ്യട്ടെ, ഈ പീര ഇത് മിക്സിയിൽ തന്നെ ഇട്ടിട്ട് അടിച്ചെടുക്കട്ടെ. അപ്പോൾ ഗ്രൈൻഡ് ചെയ്തെടുത്തു. ഒന്നും കൂടി ഇതൊന്ന് അരിച്ചെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ മറ്റേതിലേക്ക് തന്നെ ഞാൻ പറഞ്ഞ പോലെ ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ എളുപ്പമാണ്. പക്ഷേ ഇതിൻ്റെ സത്ത് ഒന്നും കൂടി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഇത് നല്ല കോൺസെൻട്രേഷൻ ഉണ്ട്, കുറച്ചധികം. അതുകൊണ്ട് ഞാനിതിലേക്ക് ഒരു 1/2 കപ്പും കൂടി വെള്ളം മിക്സ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കോൺസെൻട്രേഷനിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് പിന്നെ ഒരു 1/2 ടീസ്പൂണും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. കാരണം ഉപ്പ് കുറവായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കിത് എന്ത് ചെയ്യണം, കുടിച്ചാൽ മതി. നല്ലതാണ് ഷുഗറൊക്കെ കുറയാൻ വേണ്ടിയിട്ട്. ദിവസവും 1 ഗ്ലാസ്സെങ്കിലും നിങ്ങളിങ്ങനെ കുടിക്കുകയാണെങ്കിൽ ഷുഗറിനൊക്കെ നല്ല കൺട്രോൾ ഉണ്ടാവും. പക്ഷേ ബാക്കി ഭക്ഷണം കഴിച്ചിട്ട് ഇത് കുടിച്ചാൽ മതി എന്നല്ല പറയുന്നത്. പക്ഷെ മറ്റേതിൻ്റെ കൂടെ തന്നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ജസ്റ്റ് മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മളെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നല്ലതാണ്. അല്ലാത്ത ആൾക്കാർക്ക് ഇപ്പോൾ നെല്ലിക്കൻ്റെ ജ്യൂസൊക്കെ കുടിക്കുന്നത് നല്ലതാണ്. പഞ്ചസാരയൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിന് മുന്നേ ഇതിപ്പോൾ 2 ഗ്ലാസ് ഉണ്ടാവും ഏകദേശം ഞാനിപ്പോൾ ഉണ്ടാക്കിയത്. വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡൈല്യൂട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ കുറച്ച് കട്ടിക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കുടിക്കാം. അപ്പോൾ നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ കൂടെ തന്നെ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും, പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ. താങ്ക് യു.